മാനവ സ്നേഹത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും വെളിച്ചം പകർന്ന ഒരു നിലാവുണ്ടായിരുന്നു ഇങ്ങ് ഈ കൊച്ചു കേരളത്തിൽ. ഒരു ഓഗസ്റ്റ് മാസത്തെ 1 പുലരിയിൽ അത് അസ്തമിച്ചു പോയി. ഓരോ ഓഗസ്റ്റ് മാസം വന്നെത്തുമ്പോഴും ശോഭ പരത്തിയ ആ വിളക്കിൻ്റെ ശൂന്യത നാം അനുഭവിച്ച് അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇന്ത്യ പോലൊരു ബഹുസ്വര സമൂഹത്തിൽ മുസ്ലിം സമുദായം സ്വീകരിക്കേണ്ട നിലപാട് എന്താണെന്ന് സമുദായത്തെ ഇടയ്ക്കിടെ ഓർമ്മിപ്പിച്ചൊരു നേതാവും വഴികാട്ടിയുമായിരുന്നു പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. പതിറ്റാണ്ടുകളായി കേരള രാഷ്ട്രീയം ചുറ്റിത്തിരിയുന്ന തണൽ മരത്തിൻ്റെ കാരണവരായിരുന്നവർ. തസവുഫിൽ അധിഷ്ഠിതമായ ജീവിതം 14-ാം രാവ് പോലെ ഉദിച്ചുയർന്ന് പൂനിലാവിൻ്റെ പ്രഭ പരത്തി മന്ദസ്മിതമിട പറഞ്ഞപ്പോൾ കേരളം എല്ലാ വേലിക്കെട്ടുകൾക്കപ്പുറം ഒരേ വേദനയോടെ വീങ്ങിപ്പൊട്ടി കരിഞ്ഞുപോയി. പ്രവാചകന്റെ പെൺമുറക്കാരെന്ന വിശ്വാസത്തിൻ്റെ ഗരിമയും നിർണായക ഘട്ടത്തിൽ സമുദായത്തിന് ദിശാബോധം നൽകിയ ഗുരുക്കന്മാരുടെ സ്ഥാനം കൂടിയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. മതത്തിൻ്റെ നേതൃസ്ഥാനത്തോടൊപ്പം രാഷ്ട്രീയ നേതൃത്വവും ഏറെ വഴക്കത്തോടെ കൈയാളിയ നേതാവാണ് പ്രിയപ്പെട്ട തങ്ങൾ. കേരള രാഷ്ട്രീയം കലുഷിതമായ പല ഘട്ടങ്ങളിലും മതവും രാഷ്ട്രീയവും മറന്ന് ഇവിടത്തെ അകത്തളത്തിൽ നേതാക്കൾ വട്ടമിരുന്നു. വിവാദങ്ങളുടെ മഞ്ഞമലകൾ പോലും തങ്ങളുടെ ഓരോ ഇടപെടലുകളിലോ ആ സാന്നിധ്യത്തിലോ ഉരുകിയൊലിച്ചു പോയി. രാജ്യത്ത് ഏറെ പിരിമുറുക്കം സൃഷ്ടിച്ച ബാബരി മസ്ജിദ് പ്രശ്നത്തിൽ പാണക്കാട് നിന്നുണ്ടായ നിലപാട് ഏറെ നിർണായകമായിരുന്നു. ഇത്തരം സന്ദർഭങ്ങളിൽ വികാരമല്ല വിവേകമാണ് സമുദായത്തെ നയിക്കേണ്ടതെന്ന കർശന നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു പ്രിയപ്പെട്ട തങ്ങൾ. സമവായത്തിൻ്റെ ഭാഷയിൽ മതവും രാഷ്ട്രീയവും സംസാരിച്ച നിലപാടുകളിൽ കണിശത പുലർത്തിയ നായകൻ. ഓർമ്മകളിലെ ആ പുഞ്ചിരി ഇന്നും കാരുണ്യത്തിൻ്റെ സ്നേഹത്തലോടരായി നിലനിൽക്കുന്നുണ്ട്. ജനഹൃദയങ്ങളിൽ ജീവിച്ച കക്ഷി രാഷ്ട്രീയ ജാതി മതഭേദമന്യേ കേരളക്കര നെഞ്ചേറ്റിയ ആ മഹാമനുഷ്യ ശിഹാബ് തങ്ങൾ ഓർമ്മയായിട്ട് 16 വർഷങ്ങൾ പിന്നിട്ടു. ഇന്നും ഊർജമാണ് ആ സ്നേഹോഷ്മളമായ ഓർമ്മകൾ. അള്ളാഹു സ്വർഗത്തിൽ കാണാൻ തുണക്കട്ടെ. ആമീൻ റബ്ബൽ ആലമീൻ.